വിനോദസഞ്ചാരികളുടെ പറുദീസയാണ് നയാഗ്ര വെള്ളച്ചാട്ടം. ഇന്ന് പതിവിലുമേറെ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ആ ഉയർന്ന ആ അരുവികളിൽ നിന്നൊക്കെ വന്നു ചേരുന്ന വെള്ളം ഒരുമിച്ച് താഴേക്ക് പതിക്കുമ്പോൾ വലിയ അഗാധ ഗർത്തത്തിലേക്കാണ് അത് പതിയുന്നത്. ആ പതിയുന്നതിൻ്റെ ശബ്ദം അതിഭയങ്കരമായ ശബ്ദമാണ്. ഒരു വലിയ മൂളലാണ്. രാവും പകലും ഒരുപോലെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് വെള്ളം വീഴുന്നത് മാത്രം മുകളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം. പിന്നെ വെള്ളം കാണില്ല, പുക മാത്രമാണ് താഴേക്ക് പതിച്ചിട്ട് അത് ഭയങ്കര പുക പോലെ തെറിക്കുകയാണ്, ചിതറിത്തെറിക്കുകയാണ്. കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇന്ന് പതിവിലുമേറെ ആളുകൾ അവിടെ അടുത്ത് കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് അതാ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചില വാദ്യ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഉച്ചഭാഷണിയിലൂടെ അദ്ദേഹം അവിടെ നിന്ന് ജനത്തോട് അഭിസംബോധന ചെയ്ത് വിളിച്ചു പറയുക, മാന്യമഹാജനങ്ങളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സാഹസികത കാണിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സർക്കസ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ ഒരു കമ്പി വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഈ കമ്പിയുടെ മുകളിലൂടെ ഞാൻ നടക്കാൻ പോവുകയാണ്. ജനമാകെ ഭയന്നുപോയി. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ നീ കമ്പിയുടെ മുകളിലൂടെ നടക്കുകയോ? നല്ല ദൂരമുണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ കമ്പി വലിച്ച് കെട്ടിയിരിക്കുന്ന നല്ല ലെങ്തുണ്ട്. അതിൻ്റെ മുകളിലൂടെ നീ എങ്ങനെ നടക്കും? നിന്റെ കാലൊന്ന് വഴുതിപ്പോയാൽ, ഒരല്പമൊന്ന് തെറ്റിയാൽ പിന്നെ നിന്നെ കിട്ടത്തില്ല, പുകയായി പോകും. താഴേക്ക് നീ പതിക്കുമ്പോൾ നിന്നെ പിന്നെ കാണാൻ പോലും കഴിയില്ല. അത്ര ഭയാനകമായ നിലയിലാണ് താഴേക്ക് വെള്ളം പതിക്കുന്നത്. ആ വെള്ളച്ചാട്ടത്തിനകത്തേക്ക് ശ്രദ്ധിച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ജനമാകെ ഭയന്നു. ചെറുപ്പക്കാരാ, അതിൻ്റെ ആവശ്യമുണ്ടോ? അത് വേണ്ട, അരുതേ എന്ന് പറഞ്ഞവർ പലരും ഉറക്കെ പറയാതെ തന്നെ പറഞ്ഞ് വിലക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചെറുപ്പക്കാരനതൊന്നും ശ്രദ്ധിക്കാതെ കമ്പി വലിച്ചു കെട്ടുന്നു. അദ്ദേഹം അതിൻ്റെ മുകളിലേക്ക് കയറി നടക്കാൻ തയ്യാറെടുക്കുന്നു. വീണ്ടും അദ്ദേഹം ഉച്ചഭാഷണികളിലൂടെ അവിടെയുള്ള ജനതയോട് പറഞ്ഞു, പ്രിയ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, ഞാൻ ഈ കമ്പിയുടെ മുകളിലൂടെ നടക്കാൻ പോവുകയാണ്. ഞാൻ ഈ കമ്പിയുടെ മുകളിലൂടെ നടന്ന് അപ്പുറത്ത് ചെല്ലും. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നോ? ആരും ഒന്നും വേണ്ടിയില്ല. എങ്ങനെ വിശ്വസിക്കും? ഒരല്പം കാല് പതറിയാൽ ഇത്രയും ദൂരം ഈ കമ്പിയുടെ മുകളിലൂടെ എങ്ങനെ ഇവൻ നടക്കും? ഇവനെ ആര് സഹായിക്കും? പക്ഷേ ചെറുപ്പക്കാരൻ അതൊന്നും ശ്രദ്ധിക്കാതെ ആ കമ്പിയുടെ മുകളിലേക്ക് കയറി പതിയെ പതിയെ നടക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഹുങ്കാരമായ ശബ്ദം ആ ജനം കേൾക്കുന്നതേയില്ല. ഈ ചെറുപ്പക്കാരൻ അതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഓരോ കാണികളുടെയും ഹൃദയം ഇടിക്കുകയാണ്. ടക്ക് 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 ഹൃദയമിടിക്കുകയാണ്. അവൻ അതിൻ്റെ മധ്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഓരോരുത്തരുടെയും ഹൃദയമിടിപ്പിൻ്റെ അളവ് കൂടുകയാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ. അതാ ചെറുപ്പക്കാരൻ മന്ദം 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 ആ കമ്പിയുടെ മുകളിലൂടെ നടന്ന് അപ്പുറം എത്തി. ജനത്തിന് ഭയങ്കര സന്തോഷം. എല്ലാവരും ആർത്തു വിളിച്ചു, ഭേഷ് ഭേഷ് എന്ന് പറഞ്ഞ് കൈയടിച്ചു. അവനെ ഒരുപാട് അഭിനന്ദിച്ചു. ആദ്യം അവനെ തടയാൻ ശ്രമിച്ചവർ, വിലക്കാൻ ശ്രമിച്ചവരൊക്കെ ഇപ്പോൾ അവനെ അഭിനന്ദിക്കുകയാണ്. അവൻ വീണ്ടും തൻ്റെ കയ്യിലുള്ള ഉച്ചഭാഷണി ഉപയോഗിച്ചിട്ട് ജനത്തോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞാൻ ഈ കമ്പിയുടെ മുകളിലൂടെ തിരിച്ച് അക്കരയ്ക്ക് നടക്കാൻ പോവുകയാണ്. ഞാൻ ഈ കമ്പിയുടെ മുകളിലൂടെ ഇക്കരയ്ക്ക് നടക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അവർ ചിലർ വിശ്വസിക്കാൻ തയ്യാറായി, ചിലർ പിന്നെയും സംശയിച്ച് നിന്നു. അതാ ചെറുപ്പക്കാരൻ വീണ്ടും ആ കമ്പിയുടെ മുകളിലൂടെ നടന്ന് ഇക്കരയ്ക്ക് വരികയാണ്. ഇപ്പോഴും ജനം ഹൃദയം അടക്കി പിടിച്ചത് കാഴ്ച കാണുകയാണ്. ഇതാ ചെറുപ്പക്കാരൻ ഇക്കരെ എത്തി. ആളുകൾക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. വീണ്ടും ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, സുഹൃത്തുക്കളെ, ഞാൻ ഒന്നുകൂടി ഈ കമ്പിയുടെ മുകളിലൂടെ അപ്പുറത്തേക്ക് പോവുകയാണ്. പോയിട്ട് ഞാൻ തിരികെ വരും. ഞാൻ ഈ കമ്പിയുടെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യും, അനായാസമായി യാത്ര ചെയ്യും. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? ജനം ഒന്നടങ്കം പറഞ്ഞു, യെസ്, നിനക്കതിന് കഴിയും, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് കണ്ടുവല്ലോ, ഞങ്ങളത് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ തോളിലിരുന്നു കൊണ്ട് എന്നോടൊപ്പം വരാൻ തയ്യാറുള്ളവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അവിടെ ജനം വീണ്ടും സൈലൻ്റായി. അവർക്കെല്ലാം വിശ്വാസമാണ്, ഈ ചെറുപ്പക്കാരനെ കമ്പിയുടെ മുകളിലൂടെ നടക്കും, നടന്നതുപോലെ അവൻ മടങ്ങി വരും. അവർക്ക് നല്ല വിശ്വാസമാണ്. അവരെല്ലാവരും ആവർത്തിച്ചത് പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസമാണ്. അവൻ വീണ്ടും വീണ്ടും ചോദിച്ചു, എല്ലാവർക്കും വിശ്വാസമാണ്. അപ്പോൾ അവൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എൻ്റെ തോളിലിരുന്ന് വരാൻ നിങ്ങളൊരാൾ മുന്നോട്ട് വരുമോ? അവിടെ അതിനാരും തയ്യാറായില്ല. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഞാൻ അക്കരെ ചെല്ലുമെന്ന്? ഉണ്ട്, വിശ്വാസമുണ്ട്. എങ്കിൽ എൻ്റെ തോളിലിരിക്കൂ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം, തിരികെ കൊണ്ടുവരാം. ആരും തയ്യാറായില്ല. അങ്ങനെ ജനം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവൻ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതൊരു കൊച്ചു ബാലൻ ഓടി അടുക്ക വന്നിട്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. പെട്ടെന്ന് ജനത്തിൻ്റെ കണ്ണ് മുഴുവൻ കൊച്ചു ബാലൻ്റെ മുകളിലേക്ക് പോയി. അവർ അത്ഭുതപ്പെട്ടു. ഈ കൊച്ചു പയ്യന് ഇവൻ ഇത്ര ധൈര്യമോ, ഇവൻ ഇത്ര വിശ്വാസമോ? ശരിയാണ്, ചെറുപ്പക്കാരൻ അതിൻ്റെ മുകളിൽ നടക്കും. എന്നാലും
ഒരു സംശയം. എന്തായാലും ആ ചെറുപ്പക്കാരൻ ആ കൊച്ചു പയ്യനെ എടുത്ത് തോളിൽ വെച്ചു കമ്പിയുടെ മുകളിലൂടെ മന്ദം നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ജനം മുമ്പലത്തേതിനേക്കാൾ ശ്വാസമടക്കി പിടിച്ച് കാണുകയാണ്. കാലൊന്ന് പതറിയാൽ, മുകളിലിരിക്കുന്ന കുഞ്ഞ് കാലൊന്ന് ഇളക്കിയാൽ, അവൻ്റെ ബാലൻസ് ഒന്ന് തെറ്റിയാൽ അവൻ പതിക്കുന്നത് അഗാധമായ ഗർത്തത്തിലേക്കാണ്. പിന്നെ അവരെ രണ്ടുപേരെയും കിട്ടത്തില്ല. ജനം ശ്വാസമടക്കി പിടിച്ച് കാണുകയാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊന്നും ആരുടെയും കാതുകളിൽ അലയ്ക്കുന്നില്ല. അവരവരുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് മാത്രമേ അവരുടെ കാതുകളിൽ വരുന്നുള്ളൂ. ശ്വാസമടക്കി പിടിച്ച് കാണുകയാണ്. ആ ചെറുപ്പക്കാരൻ ആ കുഞ്ഞിനെയും കൊണ്ട്, തോളിലിരിക്കുന്ന പയ്യനെയും കൊണ്ട് നടന്ന് അക്കരയെത്തി. ജനത്തിന് ഭയങ്കര സന്തോഷം. അവനതാ വീണ്ടും ആ പയ്യനെയും കൊണ്ട് തിരികെ ഇക്കരയെത്തി. ഇപ്പോൾ ജനം തലച്ച് തുള്ളി ഓടി വന്നിട്ട് ഈ കൊച്ചു പയ്യനെ എടുത്ത് തോളിൽ വെച്ചു. ഒരുപാട് അഭിനന്ദിച്ചു. പ്രായമുള്ള ഒരാൾ വന്നിട്ട് ഈ കൊച്ചു മോനോട് ചോദിച്ചു, മോനെ, ഞങ്ങൾക്കൊക്കെ അവൻ അക്കരയ്ക്ക് പോകുമെന്ന് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷേ അവൻ്റെ തോളിലിരുന്ന് യാത്ര ചെയ്യാൻ തക്കവണ്ണം ഞങ്ങൾ ആരും ധൈര്യം കാണിച്ചില്ല. പക്ഷെ നീ എങ്ങനെ ധൈര്യം കാണിച്ചു? നിനക്ക് അത്രയ്ക്ക് ഉറപ്പായിരുന്നുവോ? ആ കൊച്ചു പയ്യനുടനെ ഒരു മറുപടി പറഞ്ഞു, അങ്കിളെ, ഈ കമ്പിയുടെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ആരാണെന്നറിയാമോ? എൻ്റെ ഡാഡിയാണ്. എനിക്ക് എൻ്റെ ഡാഡിയെ നല്ല വിശ്വാസമാണ്. എൻ്റെ ഡാഡി അക്കരയ്ക്ക് പോകും, തിരിച്ചു വരും, എനിക്ക് നല്ല ഉറപ്പാണ്. എന്നേക്കാൾ ഉറപ്പാണ് എൻ്റെ ഡാഡി എന്നെയും കൊണ്ട് അക്കരെ പോയി എന്നെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരുമെന്ന് എൻ്റെ ഡാഡിക്ക് എന്നെക്കാട്ടിൽ ഉറപ്പുണ്ട്. എനിക്ക് എൻ്റെ ഡാഡിയുടെ വാക്കുകളിൽ ഉറപ്പാണ്. എൻ്റെ ഡാഡി, ഞാൻ അഥവാ താഴെ പോകുമെങ്കിൽ ഒരു കാരണവശാലും എൻ്റെ ഡാഡി എന്നെ കൊണ്ടുപോകത്തില്ല. എൻ്റെ ഡാഡി ആയതുകൊണ്ടും എൻ്റെ ഡാഡിക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഞാൻ എൻ്റെ ഡാഡിയുടെ തോളിൽ കയറിയത്. ജനത്തിന് ഭയങ്കര സന്തോഷം തോന്നി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഥയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ കാര്യമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്കെല്ലാവർക്കും ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്. നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് ഡാഡി എന്ന വാക്കല്ല, പക്ഷെ സമാനമായി അപ്പ, പിതാവേ എന്ന വാക്കാണ് ഉപയോഗിക്കാറുള്ളത്. സ്വർഗത്തിലെ ദൈവം സകലതും ചെയ്യുവാൻ കഴിയുവാൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു, നമ്മളത് വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ചില വേളകളിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്ന നമ്മൾ ഈ കാണികളിൽ ഒരാളെ പോലെ സംശയിച്ച് ഭയന്ന് മാറി നിൽക്കാറില്ലേ? ഒരിക്കലും നമുക്ക് ആ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള അവകാശവാദം പറയാൻ കഴിയുമോ? മക്കളുടെ വിശ്വാസവും കാണികളുടെ വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ചെറുപ്പക്കാരൻ്റെ മകൻ്റെ വിശ്വാസവും അവിടെ കൂടി നിന്നവരുടെ വിശ്വാസവും നിങ്ങളൊന്ന് പഠിക്കുക. കൂടി നിന്നവർക്കും വിശ്വാസമുണ്ട്, മകനും വിശ്വാസമുണ്ട്. വിശ്വാസം എന്നത് വെറും അംഗീകാരം മാത്രമല്ല. വിശ്വാസം അതൊരു ഉറപ്പാണ്, അതൊരു ആശ്രയത്വമാണ്, അതൊരു ധൈര്യമാണ്. അത് ആ ചെറുപ്പക്കാരൻ്റെ മകൻ ആ ചെറുപ്പക്കാരനിൽ വിശ്വസിച്ചത്, ഇതെൻ്റെ പിതാവാണ്, എൻ്റെ പിതാവിൽ എനിക്ക് ഉറപ്പുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ നിലവാരം നമുക്കൊന്ന് പരിശോധിക്കാം. ഈ നിലയിൽ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങളെങ്കിൽ ഈ നിലവാരത്തിൽ ദൈവത്തിൽ ഉറയ്ക്കുവാൻ, ആശ്രയിക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതിന് തക്ക വിശ്വാസത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയാം, അപ്പാ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ.